മുമ്പിലുണ്ടാകുമ്പോൾ ഞാനതിൽ വീഴാൻ പാടില്ല. വിവാഹേതര ലൈംഗിക ബന്ധങ്ങളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. എനിക്ക് എൻ്റെ സന്താന പരമ്പരയും ഹലാലിലൂടെ അള്ളാഹ് സൃഷ്ടിസനാഥൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് വേണം എന്നൊരു ബോധം യുവത്വത്തിലേക്ക് ഇറക്കി വെക്കുക മാത്രമാണ് പരിഹാരം. കാരണം മദ്യം മനുഷ്യൻ അല്പം ആസ്വദിച്ചു പോയാൽ പിന്നെ അതിൻ്റെ അടിമയായി മാറും. അത്യധികം ശക്തിയുള്ള അതിവേഗം മനുഷ്യനെ ലഹരിക്ക് അടിമയാക്കുന്ന വസ്തുക്കളാണ് കലാലയങ്ങളിൽ യുവാക്കൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു വശത്ത്. മറ്റൊരു പെണ്ണ്, അതൊരു നിയന്ത്രണം വേണ്ടിയില്ല എന്ന് പറയുമ്പോൾ യുവാവും യുവതിയും അനിയന്ത്രിതമായി ഇടപഴകുമ്പോൾ അതെല്ലാ ഹറാമിലേക്കും പോകും. ഈ ഒരു കാലഘട്ടം മുമ്പിൽ കണ്ടുകൊണ്ട് ഇനി ഖുർആൻ അതിന് നൽകുന്ന ചട്ട, പരിച, സംരക്ഷണം എന്താണോ അത് ദിക്റുള്ള തന്നെയാണ്. സൂറ താഹ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വചനമാണ്. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. അപ്പോൾ ഹറാമ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പഠിച്ചോണ്ട് ഓർമ്മ, അക്രമം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഇത് അള്ളാഹ് കാണുമെന്ന ബോധം, അതാണ് ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്റിനെ പറ്റി ഒരു നിമിഷം നിങ്ങൾ ആരെങ്കിലും അശ്രദ്ധനായി പോയാൽ, ആ അള്ളാഹുവിനെ സ്മരണയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ, ഒമൻ അഅറദ അൻ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് വല്ലവനും അഅറദ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്ന ലഹു മഈശത്തൻ ദൻക, തീർച്ചയായും അവന് വളരെ കുടുസായ ജീവിതമാണ് പിന്നീട്. മഈശത്തൻ ജീവിതം, ലങ്ക് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പ്രയാസകരമായ. അപ്പോൾ അള്ളാഹനെ ഓർക്കാത്ത, അള്ളാഹനെ അംഗീകരിക്കാത്ത, അതല്ലാതെ പോലും പറയുന്ന ആളുകൾ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അവൻ്റെ ജീവിതം സുഖമായിരിക്കാം, സമ്പത്തുണ്ടായിരിക്കാം, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടായിരിക്കാം, നല്ല വാഹനം ഉണ്ടായിരിക്കാം, നല്ല വീട്ടിൽ താമസം ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ മനസ്സിൽ സമാധാനം എന്നതും ശാന്തി എന്നതും അള്ളാഹു ദുനിയാവിൽ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സൗന്ദര്യമുള്ള ആളുകൾ മാനസികമായി സംഘർഷത്തിലാണ്. മറുഭാഗം എന്ത് കഷ്ടപ്പാടുണ്ടായാലും അള്ളാഹ് എന്നെ സഹായിക്കാനുണ്ട്. ഇവിടെ കഷ്ടപ്പാട് സഹിച്ചാലും പരലോകം എൻ്റെ സുഭിക്ഷമാണ് സമയത്ത് ബോധമുണ്ടാകുന്ന ദിക്റുള്ള ഉള്ളവനോ ഇത്ര കഷ്ടപ്പാടുണ്ടായാലും നിരാശനാകുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട അവസായുദ്ധ കാലഘട്ടം. ഫലസ്തീനിലെ ഒരു മുസ്ലിമിൻ്റെ ഒരു ഫലസ്തീൻ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയിരുന്നത് ഏത് നിമിഷവും ബോംബ് തലയിൽ വീഴാം, തൻ്റെ കുഞ്ഞുങ്ങൾ കൺമുമ്പിൽ പൊട്ടിച്ചെറിച്ച് ചിതറുന്നത് കാണാം. ഇങ്ങനെയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും എന്നാൽ ഈമാനതൊന്നും വേണ്ട എന്നല്ല അവർ ചിന്തിച്ചത്. പിടിച്ചു, അത് ഈമാൻ. നിങ്ങൾ കേട്ടോ, ഒരുപാട് ദുരന്തങ്ങൾ നടന്ന ഗസയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫലസ്തീൻ, ഏതെങ്കിലും ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്ത വാർത്തകൾ വായിച്ചു. അത്ഭുതത്തോടെ ലോകം പറഞ്ഞൊരു വാർത്ത ഞാൻ പറയുന്നത്. ഇങ്ങനൊക്കെ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ശത്രു മുമ്പിലെത്തിനും ആത്മഹത്യ ചെയ്തതോ സ്വന്തം വെടിവെച്ച് മരിച്ചതോ കൊന്നതോ നമ്മൾ കാണാൻ കഴിയും. അവർക്ക് നിലയ്ക്കാണൊരു ഈ ശക്തി അന്ന് കൊടുക്കുകയാണ്. ഹസ്ബുനല്ലാ, അവർ പറയാം ഒമാക്കളോട് വാർത്ത കേൾക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ മരിച്ചത് കേൾക്കുമ്പോൾ, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അള്ളാ മതി, ഞാൻ വലിയ വക്കീൽ, എത്ര നല്ല എത്ര. മറുഭാഗത്ത് എന്ത് സംഭവിച്ചു? അവരുടെ ഭാഷയിൽ വിജയം തന്നെ കാണുന്നു. അവർക്ക് നഷ്ടമൊന്നും പറ്റാതെ ശത്രുക്കളെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും മാനസിക സംഘർഷമുണ്ടായി. ഒരുപാട് ആത്മഹത്യകളുടെ വാർത്ത ഇസ്രായേൽ ഭാഗത്തുണ്ട്. പട്ടാളക്കാർക്ക് ലീവ് കൊടുത്ത് മനഃശാസ്ത്ര ചികിത്സയ്ക്കയച്ചതായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. പറയാൻ കഴിയുന്നില്ല. യുദ്ധം കഴിഞ്ഞിട്ട് പങ്കെടുക്കുന്ന പട്ടാള കുഞ്ഞുങ്ങളെ കൊന്ന ആ പൈലറ്റിന് തിരിച്ചു വന്നിട്ട് മാനസിക സംഘർഷമായി ചികിത്സക്ക് പോവുകയാണ്. ഒരു വൈരുദ്ധ്യമുണ്ട്. അപകടം കാണുമ്പോഴും പടച്ചോനെ തവക്കുൽ ചെയ്തുകൊണ്ട് ക്ഷമിക്കാവുന്ന ഒരു ശക്തിയാണ് ഈമാൻ. അത് ഈമാനാണ് നൽകുന്നത്. അതില്ലാത്തവൻ എത്ര അയ്യോക്കും അധികാരവും ശക്തിയും ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടെന്ത് കാര്യം, എത്ര നല്ല വീട്ടിൽ തുടങ്ങിയിട്ടെന്ത് കാര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണ മനസ്സിൽ ഒരു നിമിഷം തെറ്റിപ്പോയാൽ പൈനരവും മഴീശത്തും ലങ്ക, അവന് വളരെ കുടുസായ ജീവിതമാണ്. അവിടെ ഫസിങ്ങൾ ലങ്ക് മഴീശത്തും ലങ്കിനെ വിവിധ വ്യാഖ്യാനം പറയുന്നത്. അധികം ഫസിനെ പറയുന്നത് ഖബറിലെ ശിക്ഷയെ പറ്റിയാണ്. ഈ അക്രമം ചെയ്തതിന് മരിച്ച മനുഷ്യന് കിട്ടാൻ പോകുന്നത് രണ്ട് ഘട്ടമാണ് പരലോകം. ഒന്ന് ബർസഖി ജീവിതം, പരലോകയിൽ ഖബറിലെ, മറ്റൊന്ന് പുനർബീസത്തിന് ശേഷമുള്ള ശാശ്വതമായ ശിക്ഷാകാലം. ഈ രണ്ടിലും അവന് ദുഷ്കരമായ അവസ്ഥയാണ് കഴിയുന്നത്. അപ്പൊ ശരീരം എന്തോ ആവട്ടെ, മനസ്സിന് സംഘർഷമായാലും അതല്ലേ സന്തോഷം. മനസ്സന്തോഷമാണ്. മനസ്സ് എന്നും സംഘർഷഭരിതമാണെങ്കിൽ ഒരർത്ഥവും ആ ജീവിതത്തിനില്ലല്ലോ. അപ്പൊ അവന്റെ ആത്മാവ്, അവന്റെ മനസ്സ് അവസാനം വരെ ദുരന്തം അനുഭവിക്കും എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാലും ശരി. അള്ളാഹ് പറയുന്നത് അള്ളാഹിനെ നിമിഷം മറന്നുപോയാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ കാര്യം ഒരു നിമിഷം ഞങ്ങളിലേക്ക് നീ ഏൽക്കണം, എന്നിൽ തവക്കുൽ ചെയ്യാം. ഒരു നിമിഷം ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഒരു കണ്ണ് ചുമ്പുന്ന ഇടയ്ക്ക് തറഫത്തുലായി എന്ന് പറയാം. ഒരു സെക്കൻഡ് പോലും ഇല്ല.
അപ്പൊ അര സെക്കൻഡ് പോലും ഞങ്ങളുടെ കാര്യം റബ്ബേ ഞങ്ങളെ ഏൽപ്പിക്കല്ലേ, ഞങ്ങൾ കഴിച്ചു പോകും, നീ ഏൽക്കണം. ഈ തവക്കുലാണ് സംഘർഷ ഭൂമിയിൽ ആ സഹോദരങ്ങളെ പിടിച്ചിരുത്താൻ പറ്റും. നമ്മൾ നമ്മോട് പറയേണ്ടത് എന്ത് പ്രതികൂല സാഹചര്യം പരസ്പരമാക്കുക. ക്യാമ്പസിലെ യുവത്വമാണെങ്കിലും മറ്റു വിനോദ സന്ദർഭങ്ങളാണെങ്കിലും അതൊക്കെ അനുവദനീയത്തിൻ്റെ വക്ക് വരെ പോയിട്ട് പടച്ചോന്ന് നോക്കുക. ഇത്തരം ആളുകളെ പിന്നീട് നാം പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് അന്ധരായിക്കൊണ്ട്, കണ്ണ് കാണാത്തവരായിക്കൊണ്ട്. കടുത്ത ശിക്ഷ അനുഭവിക്കാൻ പോകാൻ പോരാത്തിനൊന്നും കാണാനുള്ള കണ്ണുണ്ട്. അവൻ ചോദിക്കും, റബ്ബി കരീമ ഹസർതനി അഅമാ, പടച്ചവനെ എന്തിനാണ് നീ അന്ധനായിട്ട് കൂട്ടിയത്? എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നുവല്ലോ ദുനിയാവിൽ, ഞാൻ കണ്ണുപൊട്ടനല്ലല്ലോ, എന്തിനാണ് എന്നെ കണ്ണില്ലാത്തവൻ ഒരുമിച്ച് കൂട്ടിയത്? ഖാല, അല്ലാഹുവിന്റെ മറുപടി വന്നു, കദാലിക കദാലിക അത്തത്ക ആയാതുനാ ഫനസീതഹ, നിനക്ക് കണ്ണുണ്ടായിരുന്നില്ലേ, എന്നിട്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിന്നിലേക്ക് എത്തിയപ്പോൾ, എൻ്റെ പ്രവാചക ദൗത്യങ്ങൾ, എൻ്റെ റിസാലത്ത് നിന്നിലേക്ക് എത്തിയപ്പോൾ നീ അത് കണ്ടില്ലല്ലോ. ഖുർആൻ നിന്നിലേക്ക് വന്നു, നീ അത് വായിച്ചു പഠിച്ചില്ലല്ലോ, പ്രവാചകന്മാരോട് പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ. അന്ന് നീ എൻ്റെ സന്ദേശങ്ങളെ, എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ വേദഗ്രന്ഥങ്ങളെ മറന്നതുപോലെ, കാണാത്തതുപോലെ ഇന്ന് ഞാനും നിന്നെ വിസ്മരിക്കുന്നു, ഞാനും നിന്നെയും കാണുന്നില്ല, എൻ്റെ കാരുണ്യത്തിൻ്റെ രക്ഷ നിനക്ക് ലഭിക്കുന്നില്ല. സഹോദരങ്ങൾ, ഇത് നമുക്കൊക്കെ വരാൻ പാടുന്ന കർമ്മമാണ്. അപ്പോൾ ദുനിയാവിലെ ആഘാടം കാണുമ്പോഴേക്ക് അത് ചാടി വീണു പോലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽക്ക് യുവാക്കൾ മുതൽ യുവതികൾ വരെ ശ്രദ്ധിക്കേണ്ട സംഗതി, നൈമിഷികമായ സുഖത്തിൽ വീണു പോയാൽ പിന്നെ അള്ളയെ പറഞ്ഞത് നമ്മൾ പഠിച്ച റബ്ബ പറയുന്നത് ഫൈനലവും ഐഷത്തം നൽക, പിന്നെ അവൻ്റെ മരണം വരെയും മരണാനന്തരവും ദുഷ്കരമായ ജീവിതമാണ്. കാലകഥാലിക്കാത്തത് ആയാത്തിന് അള്ളാഹ് നിങ്ങൾക്ക് ദൃഷ്ടാന്തം നീ മറന്നപ്പോൾ ഞാൻ നിന്നെയും മറക്കുമെന്നായിരിക്കും അള്ളാഹു പറഞ്ഞു. ഇതേ ആശയം സൂറ ഹദീദിലും അള്ളാഹു പങ്കുവെക്കുന്നു. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ദൈവസ്മരണയാണ് നമ്മുടെ വിഷയം. അല്ല, ഇനി നിങ്ങൾക്ക് സമയമായി. ഖുർആൻ ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും, ഹൃദയങ്ങൾ ഭയത്താൽ പ്രകമ്പനം കൊള്ളുവാൻ ഇനി നിങ്ങൾക്ക് നേരമായില്ലേ? പടച്ചോനെ പേടിക്കാൻ ഇനി നിങ്ങൾക്ക് നേരമായില്ലേ? ഖുലൂബുഹും ലിദിക്രില്ലാഹ്, പടച്ചോനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ ഭയപ്പെടാൻ സമയമായില്ലേ? ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം, ജാഹിലിയ്യ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ മക്കയിലെ കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇസ്ലാമിലേക്ക് വന്നെങ്കിലും അവരുള്ളിലൊക്കെ കുറഞ്ഞ ജാഹിലിയത്ത് ബാക്കിയുണ്ട്. പടച്ചോനും തവക്കുലും ഈമാനും ശക്തമാവാത്ത ആളുകൾ പ്രതികൂല സാഹചര്യം കിട്ടുമ്പോഴേക്കും സംശയാലുക്കളായി മടങ്ങുകയാണ്. പിന്നെ ആ ജാഹിലിയത്ത് അവരുകൊണ്ട് ചെയ്യാൻ തിന്മയിലേക്ക് പോവുകയാണ്. അവരെ മുമ്പിൽ കണ്ടുകൊണ്ട് ചോദ്യം കൂടിയാണ് എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അള്ളാഹ് ചോദിക്കുക, ഇങ്ങനൊക്കെ അള്ളാഹും അവൻ്റെ ആയാത്തവും ഖുർആനും കേട്ടു, ഇനി നിങ്ങൾക്ക് പടച്ചോൻ പഠിക്കാൻ സമയമായി. ഇത് അന്ന് ജാഹിലിയത്തിൽ നിന്ന് വന്ന പൊതുമുസ്ലിങ്ങളോടോ സംശയാസ്പര ആളുകളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു ഘട്ടത്തിലല്ലേ തോന്നിപ്പോവാണ് അല്ലേ? നമ്മളും എന്തെങ്കിലും പ്രതികൂലം കാണുമ്പോഴേക്ക് ഈ ആയത്ത് നമ്മുടെ കേൾക്കുന്നത്, ഇങ്ങനൊക്കെ ഖുർആൻ പഠിച്ചിട്ടും മുസ്ലിം ഉമ്മത്തിൽ ജീവിച്ചിട്ടും ഒരുപാട് വാർത്ത കേട്ടിട്ടും ഇന്നൊക്കെ ഇനി പടച്ചോനെ പഠിക്കാൻ സമയമില്ല. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നമ്മൾ ഖുർആനാണ് വരുന്നത്, ഉഷാറാണ്, ഖുർആനിലേക്കൊന്ന് ഇറങ്ങുമ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴും എങ്കിലും ഒന്ന് ശക്തമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് എന്ന് ആരെകൾ കാത്തിക്കണമെന്നാണ് പറയുന്നത്. അലം യഅനി, ഇനിയും സമയമായിട്ടില്ലേ, നിങ്ങൾ ആരെ കാത്തിക്കണേ? ലില്ലദീന ആമനൂ, വിശ്വാസികളെ പറ്റി പറഞ്ഞത്, സ്ത്രീകളെ പറ്റിയല്ല, വിശ്വാസികൾക്ക് തന്നെ ദൈവസ്മരണ ശക്തമാക്കാൻ സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, പടച്ചോനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, ഹഖിൽ നിന്ന് സത്യത്തിൽ അവതീർണമായതിനെ ഓർത്തുകൊണ്ട്, അതോ വിശുദ്ധ ഖുർആൻ ഓർത്തുകൊണ്ട്. വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ നിങ്ങൾ ആവരുത്, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും സമയമായില്ലേ എന്ന് ചേർത്ത് വായിക്കും. എന്താ വേദം നൽകപ്പെട്ടവർ? തൊട്ടു മുമ്പുള്ള ഉമ്മത്ത്, തൗറാത്ത് നൽകപ്പെട്ടവർ, ഇഞ്ചീൽ നൽകപ്പെട്ടവർ, ജൂത നസാറ സമുദായങ്ങൾ, അവരെ പ്രവാചകന്മാർ അവർ പഠിപ്പിച്ചു, അവർ ഈമാൻ കൊണ്ട് ശക്തരായി. ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോഴേക്കും അവരിൽ നിന്ന് ഒറ്റ തലമുറ കഴിയുമ്പോഴേക്കും അവർ വീണ്ടും ജാഹിലിയത്തിലേക്ക് പോയി. അത് കസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കട്ടിയുള്ളതായി ഖുർആൻ. അതുപോലെ നിങ്ങൾ ആവരുത് എന്ന് എന്നോട് നിങ്ങളോട് ഖുർആൻ പറയുന്നു. മിൻ ഖബൽ ഫഖാല അലൈഹിമുൽ അമദ്, അവരുടെ കാലം ഒരുപാട് നീണ്ടുപോയി. അധ്യാപനം കിട്ടി, അള്ളാഹുവിനെ ഓർത്ത് ദിക്റുള്ള ഒരു ഘട്ടം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കസത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ കട്ടിയുള്ളതായിപ്പോയി, തഖ്വക്ക് പ്രവേശനമില്ലാതെയായിപ്പോയി. കസീറും മിൻഹും ഫാസിഖൂൻ, അധിക ആളുകളും അധർമ്മികളായിപ്പോയി. ആ അധർമ്മികളായ വേദക്കാരെ പറ്റി ഖുർആനിൽ ഉദാഹരണം പറയുന്നുണ്ട് സൂറത്ത് സഫിൽ. മസലുഹും കമസലിൽ ലദീ,
അവിടെ ഉദാഹരണം കമസലില്ലത് ഒരു കൂട്ടരെ പോലെ, ഏടുകൾ വഹിക്കുന്ന കഴുതകളെ പോലെ. തഹ്മിലു അസ്ഫാർ കമസലിൽ ഹിമാരി, ഹിമാറിനെ പോലെ, കഴുതകളെ പോലെ. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാർ. വേദഗ്രന്ഥം ചുമക്കുന്ന കഴുതക്ക് ആ വേദത്തിൽ എന്താ പറഞ്ഞത് അറിഞ്ഞൂടാ, അങ്ങനെ ചുമന്നു പോകുന്നുണ്ട്. അതുപോലെ കിതാബും ഒക്കെ ഞങ്ങൾ കിതാബിന്റെ ആളുകളാണ് പറയുന്നെങ്കിലും കിതാബിൽ പറഞ്ഞതിൽ നിന്ന് തെറ്റിയ സമുദായത്തെ മുഴുവൻ ഉപമിച്ച മനോഹരമായ ഉപമയാണ്. അതുപോലെ നമ്മൾ ആവരുതെന്ന് കൂടെ നമ്മൾ ആവശ്യം. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ അതിൽ നിന്ന് തെറ്റിക്കാൻ ഒരുപാടും ശക്തികളുണ്ട്, ഭൗതിക ശക്തികളുണ്ട്, മദ്യലഹരിയുണ്ട്, സ്ത്രീയുണ്ട്. അതോടൊപ്പം ചിന്താപരമായ ദൈവ നിഷേധികളുടെ, നിരീശ്വരവാദികളുടെ, ഭൗതിക പ്രസ്ഥാനങ്ങളുടെ കടുംപിടുത്തം. ഇതിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ നശിക്കും, നമ്മുടെ തലമുറ നശിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നാം വയസ്സാകുമ്പോൾ ഉപ്പയും ഉമ്മയും ഭക്തരാകുമ്പോൾ ഒന്ന് ഉമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പോലും പരിസരത്തില്ലാത്ത ഏതോ ശൈത്താനെ വിളിച്ചവർ വിട്ടുപോകും. അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ അടിക്കടി ഓർമ്മിപ്പിച്ച ദിക്റുള്ള നിലനിർത്തുക, ദൈവസ്മരണ നിലനിർത്തുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ദിക്ർ ചെല്ലുന്ന സ്ഥലത്ത് വേണം. നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു പറയുന്നത് അവഗണിക്കരുത്, ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ ഒരു സുബ്ഹാനല്ലാഹായിരിക്കാം നൽക സ്വർഗത്തിനിടയിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ വരുന്നത്. ഒരു സൽക്കർമ്മമായിരിക്കാം, നിസ്സാരമായ സൽക്കർമ്മമായിരിക്കാം നമ്മെ നരകത്തിൽ നിന്ന് കാത്തിരിച്ചു. അതോടൊപ്പം ആ ദൈവസ്മരണ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തണം. ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നും അവസരം കിട്ടുമ്പോൾ ഹലാലിലേക്ക് പോകാൻ അവസരം കിട്ടണം. സാമ്പത്തികമാണ് നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സംഗതി. ബന്ധങ്ങൾ തകരുവാൻ, രക്തബന്ധം തകർക്കുവാൻ സാമ്പത്തിക തർക്കങ്ങൾ കാരണമാകുന്നു. അനന്തര സ്വത്ത് ഓരിവെക്കുന്നത് കാരണമാകുന്നു. ജ്യേഷ്ഠനും അനുജനും പെങ്ങളെയും മാങ്ങളെയും ആണുമ്പോൾ തെറ്റാൻ കാരണമാകുന്നു. ഓർത്തു വെക്കുക, ആ സമ്പത്ത് എത്ര കിട്ടിയാലും കുടുംബബന്ധം തകർത്താൽ അവിടെ ദിക്റുത നഷ്ടപ്പെട്ടു, പടച്ചവന്റെ ദുആ അറ്റുപോയി. ഈ കുടുംബബന്ധം തകർത്തവനും അല്ലാഹു തമ്മിൽ മറയില്ല എന്ന് ഓർക്കുക. അപ്പോൾ ദുനിയാവിന് കുറച്ചൊക്കെ കാതു കൊടുക്കുക. ഉഖ്റാവിൽ പരലോകത്ത് ജയിക്കാൻ വേണ്ടി, പരലോകം ജയിക്കാൻ വേണ്ടി ദുനിയാവിൽ കുറച്ചൊക്കെ വിടേണ്ടി വരും. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആയുഷ്, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുമാക്കി ചെലവഴിക്കാൻ തയ്യാറുണ്ടോ എന്നത്, അള്ളാഹുവിന് നിങ്ങളുടെ സമ്പത്ത് കടം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ആരാണ് തയ്യാറുണ്ടോ കടം കൊടുക്കുവാൻ? അള്ളാഹു ഇരട്ടിപ്പിച്ചിരുന്നു പറയുന്നത്. നമ്മുടെ ശക്തമായ തിന്മകളുടെ വേലിയേറ്റത്തിൽ, ശക്തമായ പൈശാചിക പ്രവർത്തനങ്ങളുടെ പരിസരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർമ്മ നിലർത്തുക, തഖ്വയിൽ അടിയുറച്ച് നിർത്തുക. പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് തഖ്വ നിലർത്തി അള്ളാഹുവിനെ വജീൽ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് നൈമിഷികമായ വികാരങ്ങൾ കടമപ്പെട്ടു ചെയ്തു തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും അർഹമത്തും നൽകി തൗബ നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. إن الحمد لله الذي أنعمنا وهدانا إلى دين الإسلام نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم على عبدك نبيك محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. الله أيها الناس أوصيكم وإياي ثانيا بتقوى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العظيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. إن الله وملائكته يصلون على الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم وارض عن الخلفاء الراشدين وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجة. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منه، واخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منه. اللهم إنا نسألك علما نافعا ورزقا واسعا وشفاء من كل داء. اللهم اشف أمراضنا أمراض مرضانا شفاء لا يغادر سقما. اللهم احفظنا يا حفيظ من جميع البلاء والمصيبات والآفات في الدارين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ولذكر الله أكبر. أقم الصلاة.